ഇന്ന് ഞാനൊരു കട്ട് വർക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ചെയ്യണത്. കട്ട് വർക്ക് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എക്സാം ആയിട്ടുണ്ട്. എക്സാം ആയിട്ടപ്പോൾ ഇങ്ങനെ വീട്ടിൽ നിന്ന് പഠിച്ച് നോക്കണേണ് ഓരോന്ന്. അപ്പോൾ ഇതൊരു കർച്ചീഫാണ്, കർച്ചീഫിൽ ചെയ്ത് നോക്കുകയാണ്. കട്ട് വർക്കും എക്സാമിൽ എന്ന് വെച്ചാൽ കട്ട് വർക്കും ആപ്ലിക് വർക്കും കൂടി ഒരു മോട്ടിഫും നമ്മൾ ചെയ്യണം. ഒരു മോട്ടിഫ് എന്ന് വെച്ചാൽ ഒരു 6 ഇഞ്ചുള്ള ഇതിൽ നമ്മൾ ചെയ്ത് കാണിക്കണം. അപ്പം ഞാനത് മറന്നുപോയി അങ്ങനെ ചെയ്യണമെന്ന്. ചെയ്യേണ്ട സ്റ്റിച്ച് അറിയാം, പക്ഷെ ഇത് രണ്ടും കൂടി ഒരു മോട്ടിഫിൽ ചെയ്യാനായിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ രണ്ടായിട്ടാണ് ഞാൻ ക്ലാസ്സിൽ വെച്ച് ടീച്ചറിനെ വർക്ക് ചെയ്ത് കാണിച്ചിരുന്നത്. അപ്പോൾ ഇത് കാര്യം സിമ്പിളാണ്. ഇതിങ്ങനത്തെ ഈ സ്റ്റിച്ച് ഇട്ടാൽ മതി. ഇതിൽ ഈ ചെയിൻ സ്റ്റിച്ച് പോലത്തെ ഇട്ടിട്ട് കട്ട് വർക്ക് ആകുമ്പോൾ ഈ ഉള്ളിൽ നിന്ന് വെട്ടിക്കളയണം. ഇതിങ്ങനെ വെട്ടിക്കളയും. കട്ട് വർക്കിൽ ആപ്ലിക് വർക്ക് ആകുമ്പോൾ വേറൊരു പീസ് വെച്ച് പിടിപ്പിച്ചിട്ട്, ഇപ്പം ഇത് ഒരു പൂവാണല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഒരു ഇല വെച്ച് പിടിപ്പിക്കാമെന്നാണ് ഓർക്കുന്നത്. അതാണ് ആപ്ലിക് വർക്ക്. അപ്പോൾ അങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചെയ്യേണ്ടത്. അപ്പോൾ പരീക്ഷയ്ക്ക് ചെയ്യുമ്പോൾ ഇത്ര വലുതൊന്നും ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നമുക്ക് 2 മണിക്കൂറാണ്, 2.5 മണിക്കൂറായിട്ട് ഉണ്ടെന്ന് തോന്നുന്നു പരീക്ഷ. അപ്പോൾ അതിനുള്ളിൽ ചെയ്ത് തീർക്കണം. അപ്പോൾ അതിനുള്ളിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. 2 ക്വസ്റ്റ്യനാണ് ഉണ്ടാവുന്നത്. അതിൽ 2 നമ്മൾ ചെയ്യണം. 2 എന്ന് വെച്ചാൽ 4 ഉണ്ടാവും. അതിൽ 2 നമ്മൾ ചെയ്യണം. ഒരെണ്ണം ഇത് ആപ്ലിക് വർക്ക് അല്ലെങ്കിൽ കട്ട് വർക്കും കൂടി ഒരെണ്ണത്തിൽ ചെയ്യണം, അല്ലെങ്കിൽ റിബൺ വർക്കും മിറർ വർക്കും കൂടി ഒരെണ്ണത്തിൽ ചെയ്യണം. ഇത് രണ്ടുമായിട്ടാണ് ഓപ്ഷനായിട്ട് വന്നത്. പിന്നെ വേറെ എന്ന് വെച്ചാൽ നമ്മുടെ സാധാ സ്റ്റിച്ചുകളുണ്ടല്ലോ, ചെയിൻ സ്റ്റിച്ച് അങ്ങനെയുള്ള സ്റ്റിച്ചുകളുണ്ടല്ലോ, റണ്ണിങ് സ്റ്റിച്ച് അങ്ങനെയുള്ള 3-4 ഒരു 5 സ്റ്റിച്ചായിട്ട് നമുക്കൊരു പിക്ചർ തരും. ആ പിക്ചറിൽ ചെയ്തിട്ട് നമ്മളിങ്ങനെ ചെയ്ത് വെക്കണം. പിന്നെ ട്രഡീഷണൽ എന്ന് പറഞ്ഞൊരു സ്റ്റിച്ച് ഉണ്ട്, അതും വരും. അത് രണ്ടുമായിട്ടാണ് അതിന് ഓപ്ഷൻ വന്നത്. ഇതിന് ഓപ്ഷൻ വന്നത് കട്ട് വർക്ക് ആപ്ലിക് വർക്കും കൂടി ഒരെണ്ണത്തിൽ ചെയ്യാനും റിബണും മിററും കൂടി ഒരെണ്ണത്തിൽ ചെയ്യാനും ആണ് വന്നത്. അപ്പോൾ ഞാനീ പറഞ്ഞിട്ട് കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് മോഡൽ പരീക്ഷ നടത്തിയപ്പോൾ മിസ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെച്ചാൽ റിബൺ വർക്ക് എനിക്ക് വല്ലാത്ത സ്പീഡ് ചെയ്യാനുണ്ടായിരുന്നില്ല. എന്നുവെച്ചാൽ സ്പീഡ് കുറച്ച് ചെയ്യുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് ഇരുന്ന് ചെയ്യുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ എക്സാമിന് ചെയ്തപ്പോൾ അധികം സ്പീഡിൽ ചെയ്യാൻ ഞാൻ വർക്ക് അങ്ങോട്ട് കംപ്ലീറ്റ് ആയില്ല. അപ്പോൾ മിസ്സ് പറഞ്ഞ് എക്സാമിന് വരുമ്പോൾ ഈ റിബൺ വർക്ക് ചെയ്യേണ്ടിട്ട് ആപ്ലിക് വർക്കും കട്ട് വർക്കും മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആപ്ലിക് വർക്കാണ് പഠിച്ചുകൊണ്ട് പോയത്. പക്ഷേ അവിടെ വന്നപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിബൺ വർക്കാണ് കിടക്കുന്നുണ്ടായത്. പിന്നെ ഞാൻ ഒരു പ്രകാരമാണ് ചെയ്ത് വെച്ചത്. മിറർ വർക്ക് നമ്മൾ ചെയ്ത് മിറർ വർക്ക് കുഴപ്പമില്ല. പക്ഷേ റിബൺ എടുത്ത് അതിൻ്റെ സൂചിയിൽ കയറ്റി ഇങ്ങനെ എടുക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഞാനിതുപോലെ റിബണും കൊണ്ടുപോയിട്ടുണ്ടായില്ല. അങ്ങനെ കുറച്ച് പിന്നെ ഇതിരുന്ന കുട്ടിയാണ് തന്നത്, റിബണൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നുണ്ടായത്. അപ്പോൾ 2 റിബൺ വർക്കും പഠിച്ചുകൊണ്ട് പോകണം, അതുപോലെ തന്നെ ആപ്ലിക്കും പഠിച്ചുകൊണ്ട് പോകണം. 2-ൽ ഏതെങ്കിലും ഒരെണ്ണം വന്നതിപ്പോൾ മനസ്സിലായി. ഇതിന് മുന്നായിട്ടുള്ള ഓരോ പരിപാടികളാണത്. അപ്പോൾ ഞാൻ കട്ട് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ കട്ട് വർക്കിന് ഇത് കട്ട് വർക്ക് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെട്ടിക്കളയണം. കേട്ടോ, ഇത് വെട്ടിക്കളയണം. പക്ഷെ വെട്ടിക്കളയാനില്ല, നമ്മുടെ കർച്ചീഫല്ലേ. അപ്പോൾ വെട്ടിക്കളയാനില്ല. കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ വെട്ടിക്കളയേണ്ടതാണ്. എന്നിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ആപ്ലിക് വർക്ക് ചെയ്യണം. ആപ്ലിക് വർക്ക് ഞാനിവിടെ ഒരു വെട്ട് പീസ് ഉണ്ടായിരുന്നു, ഒരു പീസ് ഉണ്ടായത്. അത് വേണ്ട ഒരു ഇലയാണ് വരച്ചേക്കണത്. അതിങ്ങനെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് പിടിപ്പിക്കുന്നത്. പിന്നെ ഞാൻ ഇത്രയും ചെയ്തിട്ടാ ലീഫ് ഇത്രയും ചെയ്ത് നല്ല ഭംഗിയാട്ടെ സ്റ്റിച്ച് കാണാനായിട്ട്. എനിക്ക് ഇഷ്ടമാണ് സ്റ്റിച്ച്. ഞാനിതിൻ്റെ ഒരു വർക്ക് സാരിമ ആപ്ലിക് വർക്കിൻ്റെ ഒരു വർക്ക് സാരിമ ചെയ്ത് വെച്ചിട്ടുണ്ട്. സാരിമ എന്ന് വെച്ചാൽ ആര്യ വർക്ക് ഉണ്ടല്ലോ, ഞങ്ങൾക്കൊരു അസൈൻമെൻറ്റ് സാരിമ ചെയ്യാനായിട്ട്. അപ്പോൾ ആര്യ വർക്കാണ് ചെയ്ത് വെച്ചത്. ആര്യ വർക്കിൽ ഇങ്ങനെ ചെറിയൊരു മോട്ടിഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ കുറച്ച് മുത്തുകൾ ബീഡ്സ് ഒക്കെ പിടിപ്പിക്കാനുണ്ട്. അതൊന്നും ചെയ്തിട്ടില്ല. കുറച്ച് വർക്ക് ചെയ്ത് ടീച്ചർ ഇപ്പോൾ കാണിക്കാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് എക്സാമിൻ്റെ തിരക്കാണ്.
അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഫാഷൻ ഡിസൈനിങ് കോഴ്സ് ചില ഒട്ടും എളുപ്പമുള്ള കോഴ്സല്ല, നല്ല വർക്കുണ്ട് നമുക്കവിടെ. ചെയ്യാൻ ഇഷ്ടമുള്ളവരായിരിക്കണം. ചെയ്യാൻ ഇഷ്ടമുള്ളവരും പണിയെടുക്കാൻ ഇത്തിരി മടിയില്ലാത്തവരായിരിക്കണം. അല്ലെങ്കിൽ പിള്ളേരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പെട്ടുപോകും. എന്നുവെച്ചാൽ ചില പിള്ളേർ ചെയ്യുന്ന പിള്ളേരുണ്ട്, എന്നാലും പിള്ളേർ ഒരുവിധം പെടുന്ന പിള്ളേരാണ് നമുക്കവിടെ കാണുന്നത്. ഇപ്പോൾ വെട്ടി വെച്ചിട്ടുണ്ട്, ഇലയും വെട്ടി വെച്ചിട്ടുണ്ട്, പൂവ്. ഇതിന് ഈ തണ്ടും കൂടി തുന്നിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ആപ്ലിക് വർക്കും കട്ട് വർക്കും കൂടി ഒരു പിക്ചർ ചെയ്യുന്ന വീഡിയോ ഉണ്ട്. ഇത് കട്ട് വർക്കിൽ ഇത് സാധനം വെട്ടിക്കളയണം, അത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.